രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള കർശന നടപടികളുമായി ഹരിയാന പോലീസ്. ഡൽഹിക്ക് സമീപമുള്ള പ്രമുഖ IT നഗരമായ ഗുരുഗ്രാമിൽ അനധികൃതമായി താമസിച്ചിരുന്ന 13 ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ പോലീസ് വലയിലാക്കി. ഇവരെ തിരികെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കിയതായി പോലീസ് അറിയിച്ചു. രാജ്യത്തെ നഗരങ്ങളിൽ ഒളിച്ചു കഴിയുന്ന അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം രാജ്യവ്യാപകമായി പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഹരിയാനയിലെ ഗുരുഗ്രാം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് റെയ്ഡ് നടന്നത്. ഒരു മാസത്തോളമായി ഇവരുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷമാണ് ക്രൈംബ്രാഞ്ച് സംഘം ഒരേ സമയം വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയത്. പിടിയിലായ 13 പേരുടെയും പക്കൽ ഇന്ത്യയിൽ താമസിക്കാൻ ആവശ്യമായ യാതൊരുവിധ സാധുവായ രേഖകളും ഉണ്ടായിരുന്നില്ല. നിയമവിരുദ്ധമായി അതിർത്തി കടന്ന് ഭാരതത്തിലെത്തിയ ഇവർ ഗുരുഗ്രാമിൽ നിർമ്മാണ തൊഴിലാളികളായും മറ്റ് ഇതര ജോലിക്കാരായും വേഷം മാറി താമസിക്കുകയായിരുന്നു. പിടിയിലായ കുടിയേറ്റക്കാരെ തിരികെ അയക്കുന്നതിനായി 23 സുരക്ഷാ ജീവനക്കാരും ഒരു ഇൻസ്പെക്ടറുമടങ്ങുന്ന വൻ പോലീസ് സംഘത്തിന്റെ അകമ്പടിയോടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ മാർഗം പശ്ചിമ ബംഗാളിലെ മാൾഡ ടൗണിലേക്ക് കൊണ്ടുപോയി. ബംഗാളിലെ മാൾഡയിലെത്തിക്കുന്ന പ്രതികളെ അതിർത്തിയിലെ സുരക്ഷാ ഏജൻസികൾക്ക് കൈമാറും. തുടർന്ന് ബംഗ്ലാദേശിലേക്ക് നാടുകടത്തുവാനുള്ള ഔദ്യോഗിക പ്രക്രിയകൾ പൂർത്തിയാക്കുകയും ചെയ്യുമെന്ന് ഗുരുഗ്രാം SP നവീൻ ശർമ്മ വ്യക്തമാക്കി. हमारी क्राइम ब्रांच की टीम 43 की टीम और सेक्टर थाना के SHO नरेंद्र उनकी टीम ने जो ज्वाइंट टीम ने मौका पे जाके जब इसमें इन्वेस्टिगेशन की तो ये व्यक्ति बंदी उमराव है जो कि झारखंड का रहने वाला है. രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാതെ നുഴഞ്ഞു കയറുന്നവർക്ക് താവളമൊരുക്കാൻ അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് ഹരിയാന സർക്കാർ. ഇതോടൊപ്പം രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി പൊതുജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. ജനം, ഡൽഹി.